ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ഡേയ്സ് ആർ. അപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം പത്മനാഭൻ്റെ അടുത്താണ്. അപ്പോൾ ഇവിടെ തൊട്ടടുത്തായി കുതിരമാളിക ഉണ്ട്. പഴയ രാജകൊട്ടാരവും അവിടുത്തെ കുറച്ച് ഫോട്ടോസും ഒക്കെയാണ് ചിത്രാലയം. അപ്പോൾ ഇന്ന് നമുക്ക് കുതിരമാളികയിൽ എന്തൊക്കെ വിശേഷങ്ങളുണ്ടെന്ന് കണ്ടു നോക്കാം. ഇതാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ കിഴക്കേ നട. കിഴക്കേ നടയിൽ നിന്നും ഇടതുഭാഗത്തായി കാണുന്ന ഈ ചെറിയൊരു വഴിയാണ് കുതിരമാളികയിലേക്കുള്ള പ്രവേശന കവാടം. ഇവിടം പുത്തൻ മാളിക എന്നും അറിയപ്പെടുന്നു. മാളികയുടെ പ്രവേശന കവാടത്തിൽ തന്നെയാണ് ടിക്കറ്റ് കൗണ്ടറും ഉള്ളത്. കൂടാതെ ടിക്കറ്റിൻ്റെ വിവരങ്ങളെല്ലാം അവിടെ ഒരു ബോർഡിലായി കാണിച്ചിട്ടുണ്ട്. ഇതാ ഈ ചെറിയ വഴിയിലൂടെയാണ് കേട്ടോ നമുക്ക് ഉള്ളിലേക്ക് പോകേണ്ടത്. ഇവിടെയൊക്കെ കാണാൻ വളരെ ഭംഗിയായിട്ടുണ്ട്. ഉള്ളിലേക്ക് കയറാനുള്ള പാസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മ്യൂസിയം കാണുന്നതിന് വേണ്ടി ഒരാളിന് 30 രൂപയും പിന്നെ അതിനകത്ത് കുതിരമാളിക അകം കാണുന്നതിന് വേണ്ടി 70 രൂപയും. പിന്നെ നമുക്ക് ക്യാമറ അകത്തേക്ക് അലൗഡ് അല്ല, പുറത്തുള്ള ഭാഗത്തൊക്കെ ക്യാമറ അലൗഡ് ആയിട്ടുള്ളൂ. അതും ക്യാമറ ആണെങ്കിൽ അകത്തും പുറത്തും എടുക്കുന്നതിന് 500 രൂപയാണ്. ഇതിപ്പോൾ മൊബൈൽ ക്യാമറ ആയതുകൊണ്ട് പുറത്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ 50 രൂപയുടെ ടിക്കറ്റ് ഇപ്പോൾ എടുത്തിട്ടുള്ളൂ. തൽക്കാലം നമുക്ക് പുറത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് മടങ്ങില്ല. കയറി വരുമ്പോൾ തന്നെ അത് അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഇവിടെയുള്ള വസ്തുക്കൾ എന്തെങ്കിലും കേടുവരുത്തിയാൽ നമുക്ക് തടവും പിഴയും ഒക്കെ കിട്ടുന്നതാണ്. മാളികയ്ക്കുള്ളിലേക്ക് ചെരുപ്പിട്ടുകൊണ്ട് കടക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ദാ ഇവിടെ ചെരുപ്പൊക്കെ സൂക്ഷിക്കുന്നതിന് വേണ്ടി പ്രത്യേകം ഷെൽഫൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അകത്തേക്ക് പോകുന്നതിന് ചെരുപ്പൊക്കെ ഇവിടെ വയ്ക്കണം. അപ്പോൾ ഈ കയറി വരുന്ന ഭാഗത്ത് താഴേക്ക് ഇറങ്ങി വരുമ്പോഴാണ് ഇവിടെ ചെരുപ്പൊക്കെ വയ്ക്കേണ്ടത്. അപ്പോൾ ചെരുപ്പൊക്കെ വെച്ച് കഴിഞ്ഞ ശേഷമേ നമുക്ക് അകത്തേക്ക് പ്രവേശനമുള്ളൂ. നമുക്കൊന്ന് പോയി. ഇതിലൂടെയാണ് മാളികയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കുന്നത്. ദാ ഇവിടെ രാജകീയ മുദ്രയൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ വരെ മാത്രമേ ക്യാമറ അലൗഡ് ആയിട്ടുള്ളൂ. ഇതിനകത്തേക്കുള്ള എൻട്രി ടൈം എന്ന് പറയുന്നത് രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയാണ്. അത് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 4:45 വരെയാണ്. തികച്ചും കേരള വാസ്തുവിദ്യ പ്രകാരം തടിയിലും കരിങ്കല്ലിലുമായിട്ടാണ് ഈ മാളിക പണിതിരിക്കുന്നത്. ഏകദേശം 22 ഏക്കറോളം വ്യാപിച്ചു കിടക്കുന്ന ഒരു കൊട്ടാരമാണിത്. ഇതാ കണ്ടില്ലേ, ഇവിടെ മുഴുവൻ കുതിരകളുടെ രൂപമാണ് കൊത്തിയിരിക്കുന്നത്. ഇത് 122 കുതിരകളുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ കുതിരമാളിക എന്ന് വിളിക്കുന്നത്. 1836 തഞ്ചാവൂരിൽ നിന്ന് വന്ന ഏകദേശം 5000-ഓളം ശില്പികൾ 4 വർഷം കൊണ്ടാണ് ഈ മാളിക പണിതതെന്നാണ് പറയുന്നത്. പുറത്തുള്ളതുപോലെ തന്നെ അകത്തെ കാഴ്ചകളും വളരെ മനോഹരമാണ്. ക്രിസ്റ്റൽ സിംഹാസനം, ആനക്കൊമ്പിൽ തീർത്ത തൊട്ടിലുകൾ, പല്ലക്ക്, 24 ആനക്കൊമ്പിൽ തീർത്ത സിംഹാസനം, ഛായാചിത്രങ്ങൾ, തോക്കുകൾ ഉൾപ്പെടെ യുദ്ധത്തിന് ഉപയോഗിച്ചിരുന്ന പലതരം ആയുധങ്ങൾ, ഒരാൾ വലിപ്പമുള്ള കഥകളി രൂപങ്ങൾ എല്ലാം ഇതിനുള്ളിലുണ്ട്. അപ്പോൾ നമ്മൾ അകത്തൊക്കെ കണ്ടിട്ട് പുറത്തിറങ്ങിയിരിക്കുകയാണ്. അകത്ത് ക്യാമറ അലൗഡ് അല്ല, പക്ഷേ അകത്ത് വളരെ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ഒത്തിരി കൊത്തുപണികളും വളരെ മനോഹരമായിട്ടുണ്ട്. അവിടെയുള്ള തൂക്ക് വിളക്കൊക്കെ ഉണ്ട്, വളരെ മനോഹരമായിരുന്നു. ഇപ്പോൾ ഇവിടെ പുറത്ത് തന്നെ കണ്ടില്ലേ, മച്ചിലൊക്കെ കണ്ടില്ലേ, നിറയെ കൊത്തുപണികളൊക്കെ ഉള്ള നല്ലൊരു ഇതാണ് ചെയ്തേക്കുന്നത്. അത് മാത്രമല്ല ദാ ഇവിടെ ഈ ജനൽ കമ്പികൾ, ഇതിൻ്റെ കട്ടി കാണുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം സ്ട്രോങ് ആണെന്ന്. അത് കഴിഞ്ഞ് ദാ ഇവിടെ തറയിൽ നോക്കിയാൽ നമ്മുടെ ഇപ്പോഴത്തെ ടെയിൽസ് പോലും തോറ്റുപോകും. അമ്മാതിരി നല്ല ക്ലീൻ ആയിട്ടാണ് ഇവിടുത്തെ ടെയിൽസ് അല്ല ഇവിടുത്തെ തറയൊക്കെ ചെയ്തേക്കുന്നത്. സുർക്ക മിശ്രിതം അതാണ് ഇവിടെ ചെയ്തേക്കുന്നതെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് ഇതാ തൂണ് കണ്ടില്ലേ, എല്ലാം കല്ലിലാണ് തീർത്തേക്കുന്നത്. അതിലും പലതരം ചിത്രപ്പണികളൊക്കെ ചെയ്തിട്ടുണ്ട്. കൊട്ടാരത്തിനകത്തും പുറത്തുമായി പഴമയുടെ ഗന്ധം വിളിച്ചോതുന്ന ഒത്തിരി ഇടനാഴികളുണ്ട്. അതൊക്കെ വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. ഈ ഇടനാഴികളൊക്കെ കാണുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് നമ്മുടെ നാഗവല്ലിയെയാണ്. ഇത് നവരാത്രി മണ്ഡപം. സ്വാതി തിരുനാളിൻ്റെ സ്മരണാർത്ഥം ഇവിടെ സംഗീതോത്സവം നടത്താറുണ്ട്. ഇവിടുത്തെ ഗാർഡനിങ് ഒക്കെ വളരെ മനോഹരമാണ് കേട്ടോ. ഇതാ അവിടെ നിറയെ തെറ്റിപ്പൂക്കളുണ്ട്. ഇവിടെ ഇതാ വെള്ളപ്പൂക്കളൊക്കെ അടിപൊളിയായിട്ട് നട്ട് വളർത്തിയിട്ടുണ്ട്. കുറച്ച് അപ്പുറത്തായിട്ട് ചെമ്പകമരം, ചന്ദനമരം ഇതൊക്കെയുണ്ട്. പിന്നെ മനോഹരമായ പുൽത്തകിടി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. മനോഹരമായിട്ട് എല്ലാ ചെടികളും അറേഞ്ച് ചെയ്ത് ഇവിടെ നിർത്തിയിട്ടുണ്ട്. മാളികയ്ക്ക് പുറത്തായി കാണുന്ന ഈ കെട്ടിടം അതിഥി മന്ദിരമാണ്. ഇപ്പോൾ അത് ഓപ്പണിംഗ് അല്ല. മാത്രമല്ല ട്രഡീഷണൽ ആയിട്ടുള്ള ഷൂട്ടിങ്ങിനൊക്കെ പറ്റിയൊരിടമാണ് കേട്ടോ ഇവിടെ. ഞങ്ങൾ വരുന്ന സമയത്ത് ഇവിടെ 1-2 ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു.
അടുത്തതായി ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മ മ്യൂസിയം കാണാനാണ് പോകുന്നത്. ചിത്രാലയത്തിലേക്ക് പോകുന്ന വഴിക്ക് ഇതുപോലെ ചെറിയ വാഴത്തോട്ടങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനിടയിൽ ഞങ്ങൾ ഒരാളെ കണ്ടിരുന്നു. നല്ല ഒന്നാം തരം ഒരു മഞ്ഞ ചേരയായിരുന്നു. ഞങ്ങൾ തിരിച്ചു വരുമ്പോഴും ഇത് അവിടെയൊക്കെ തന്നെ ചുറ്റിത്തിരിയുന്നുണ്ടായിരുന്നു. അന്നത്തെ സ്റ്റാർ ഈ പുള്ളിക്കാരനായിരുന്നു കേട്ടോ. ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു ഫോട്ടോ എടുക്കാനായിട്ട്. കണ്ടില്ലേ, ഫോട്ടോഗ്രാഫി ഈസ് നോട്ട് അലൗഡ്. അപ്പോൾ അതുകൊണ്ട് അകത്തേക്ക് ഇനി ഫോട്ടോഗ്രാഫിക്കും ഒന്നും പ്രവേശനമില്ല. അപ്പോൾ ഞങ്ങൾ പോയി കണ്ട ശേഷം എന്തൊക്കെയാണ് അതിനകത്തുനിന്ന് വിശേഷങ്ങളൊക്കെ വന്ന് ഷെയർ ചെയ്യാം. നമ്മൾ മ്യൂസിയം കണ്ട് പുറത്തിറങ്ങിയിരിക്കുകയാണ്. മ്യൂസിയത്തിനുള്ളിൽ രാജകുടുംബാംഗങ്ങളുടെ പഴയ ഫോട്ടോസ് ആയിരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് പത്മതീർത്ഥക്കുളത്തിൻ്റെ കരയിലാണ്. ഇവിടെ പത്മതീർത്ഥക്കുളം മാത്രമല്ല, വേറൊരു സവിശേഷ സംഭവം കൂടിയുണ്ട്. അതായത് ഒരു കാലത്ത് അനന്തപുരിയിലെ എല്ലാവർക്കും സമയം കൃത്യമായി പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്ന ഒരു സാധനമാണ് മേത്തൻ മണി. അതായത് ഒരു ഫേസിലേക്ക് കൃത്യസമയമാകുമ്പോൾ 2 മുട്ടനാടുകൾ അപ്പുറവും ഇപ്പുറവും നിന്ന് ഇടിക്കും. ആ സമയത്ത് ഈ മണി മുഴങ്ങും. അതാണ് സംഭവം മേത്തൻ മണി എന്ന് പറയുന്നത്. ഓരോ മണിക്കൂർ ഇടവിട്ടാണ് ഈ മണി ചലിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് 1 മണി, അത് കഴിഞ്ഞ് 2 മണി, പിന്നെ 3 മണി. അതാണ് സമയക്രമം. അപ്പോൾ ഈ മേത്തൻ മണി ഇപ്പോൾ എങ്ങനെയാണ്, ഇത് വർക്കിംഗ് ആണോ എന്നറിയില്ല. അപ്പോൾ അത് വർക്കിംഗ് ആണോ എന്നറിയാൻ വേണ്ടി ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കാണുന്നതാണ് മേത്തൻ മണി. ഈ മണിയുടെ പ്രവർത്തനം എങ്ങനെയാണെന്ന് അറിയുന്നതിന് വേണ്ടി ഞങ്ങൾ ഒത്തിരി സമയം ഇവിടെ കാത്തുനിന്നു. സമയവും മണിമുഴക്കവും കൃത്യത പാലിക്കുന്നുണ്ടെങ്കിലും ആടുകൾ പണിമുടക്കിയിരുന്നു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് തൊട്ടു മുന്നിലായി കാണപ്പെടുന്ന ഈ ഭാഗങ്ങളെല്ലാം കുതിരമാളികയുടേതാണ്. പക്ഷേ ഇതൊന്നും സന്ദർശകർക്കായി തുറന്നു കൊടുത്തിട്ടില്ല. ഞങ്ങൾ വരുമ്പോൾ മാളികയുടെ പുറംഭാഗത്തൊക്കെ പെയിൻറ്റിംഗ് നടക്കുകയായിരുന്നു. മാളികയ്ക്കുള്ളിൽ തന്നെ വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് സന്ദർശകർക്ക് കാണാൻ അനുവാദമുള്ളത്. മാളികയുടെ ഏകദേശം 3/4 ഭാഗത്തോളം പൂട്ടിയിട്ടിരിക്കുകയാണ്. മാളികയോട് ചേർന്നുള്ള ഈ ഭാഗത്ത് ഒത്തിരി കടകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ കടകളിലൊക്കെ ട്രഡീഷണൽ ആയിട്ടുള്ള വസ്തുക്കളാണ് കൂടുതലും വിൽപ്പനയ്ക്കുള്ളത്. നെറ്റിപ്പട്ടം, ഇതുപോലുള്ള ചെറിയ കിളിക്കൂടുകൾ, പത്മനാഭസ്വാമിയുടെയും മറ്റ് ദൈവങ്ങളുടെയും ഒക്കെ വിഗ്രഹങ്ങൾ, ഫ്രെയിം ചെയ്ത ഫോട്ടോസ്, എല്ലാ പ്രായക്കാർക്കുമുള്ള കസവ് ഡ്രസ്സുകൾ എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഇത് പത്മതീർത്ഥ കുളത്തിലെ കാഴ്ചയാണ് കേട്ടോ. കുളത്തിനടുത്തായിട്ട് ഒരാൾ പൊരി വിൽക്കുന്നുണ്ട്. ഒത്തിരി പേർ ഇവിടെ വന്ന് പൊരി വാങ്ങി മീനുകൾക്ക് കൊടുക്കാറുണ്ട്. ഇവിടെ വെള്ളത്തിൽ വീഴുന്ന പൊരി മീനുകൾക്കും കരയിൽ വീഴുന്നത് പ്രാവുകൾക്കും അവകാശപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഇവിടെ ക്ഷേത്രത്തിന് പുറത്തുള്ള റോഡിലും ഒത്തിരി കടകളും കച്ചവടക്കാരുമുണ്ട്. എന്തായാലും ഈ നടയിലേക്ക് വരുന്നവർക്ക് പത്മനാഭസ്വാമിയെ ഒരു നോക്ക് കയറി കാണാതെ പോകാൻ ഒരിക്കലും മനസ്സ് വരില്ല കേട്ടോ. അത്രയ്ക്കൊരു വല്ലാത്ത വൈബാണിവിടെ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്നാണ് കരുതുന്നത്. അടുത്ത തവണ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം.